10 ഇഞ്ച് സബ് വൂഫറിന്റെ ബോക്സ് ആണിത്. അപ്പോൾ ഈ ബോക്സ് ഇപ്പോൾ ഒരു സാധാരണ ബോക്സ് ആയിട്ടാണ് ഉണ്ടായി കൊണ്ടുവന്നുള്ളത്. അപ്പോൾ ഇനി ഇത് നമ്മൾ ആക്റ്റീവ് സബ് വൂഫർ ആക്കി മാറ്റാൻ പോകും. അപ്പോൾ ആക്റ്റീവ് ആക്കാൻ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ആ റെഡിമെയ്ഡ് ബോർഡ് ബാക്കിൽ സ്ക്രൂ ചെയ്യുന്ന ടൈപ്പ് ബോർഡല്ല. നമ്മൾ ഇതിനകത്ത് ഒരു വൂഫർ, ഒരു സ്വീറ്റൺ വൂഫർ ഉണ്ട്. അപ്പോൾ ഒരു സ്വീറ്റൺ 10 ഇഞ്ച് വൂഫറാണുള്ളത്. അപ്പോൾ അതുണ്ട്. പിന്നെ ഒരു ട്രാൻസ്ഫോമർ വെച്ചിട്ട് ഒരു 4 മോസ്ഫെറ്റ് ബോർഡും കൂടെ വെച്ചിട്ട് നമ്മൾ ഇതിനകത്ത് ആക്റ്റീവ് സബ് വൂഫറാക്കി മാറ്റാൻ പോകുന്നു. അപ്പോൾ അതിന്റെ ബാക്കിൽ പാനൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പീസ് നമ്മളിവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇതിനകത്ത് നമ്മുടെ വോളിയം കൺട്രോൾ വരും, അതായത് സബ് വൂഫറിന്റെ ഗെയിൻ കൺട്രോൾ വരും, ഒരു ഓൺ ഓഫ് സ്വിച്ച് വരും, ഒരു ഇൻപുട്ടും വരും. അതായത് ഇത് AVR എന്ന് കൊടുക്കാനുള്ള ടൈപ്പാണ്. അപ്പോൾ അതിനകത്ത് സബ് ഔട്ട് നേരെ ഇതിൽ കൊടുക്കുക, അത് പ്ലേ ചെയ്യുക. ബാക്കിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ആക്റ്റീവ് സബ് വൂഫറാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇത് ഇതിനകത്ത് ആണ് ഫിറ്റ് ചെയ്താൽ നമുക്ക് ചിലപ്പം കാര്യങ്ങളും തന്നെ ആയിരിക്കും ഇത് വെച്ച് കഴിഞ്ഞാൽ. കാരണം ഇത് വൈബ്രേറ്റ് ചെയ്യും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിന് നമ്മളൊരു കണ്ടെയ്നറൊക്കെ വെച്ച് അതിനകത്തേക്ക് കൺട്രോൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. 2-3 തരത്തിൽ ചെയ്യാം. അപ്പോൾ അതിനകത്ത് ഒരു തരാണിത്. കാരണം നമ്മൾ ബോക്സ് വോളിയത്തിന് വേണ്ട അളവിൽ ആ ഒരു കണ്ടെയ്നർ പോകുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളത് കൂടി കണ്ടിട്ട് ആ ഡിസ്പ്ലേസ്മെന്റ് കൂടി നമ്മൾ ബോക്സ് ഉണ്ടാക്കുമ്പോൾ കാണണം. അപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഇത് കോമൺ ബോക്സ് ആയതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് തന്നെ ട്രാൻസ്ഫോമറും കാര്യങ്ങളും വെച്ചിട്ടാണ് അസംബിൾ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നമ്മൾ ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ പാസീവ് സബ് വൂഫർ, ആക്റ്റീവ് സബ് വൂഫർ എന്ന് പറയുന്ന വ്യത്യാസം അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയാം. അതായത് ഒരു ആംപ്ലിഫയർ ഉണ്ട്, ഒരു സബ് വൂഫർ ബോക്സ് ഉണ്ട്, 2 ചാനൽ സ്പീക്കേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഈ സബ് വൂഫർ ബോക്സിലേക്ക് ഈ ആംപ്ലിഫയറിൽ നിന്ന് തന്നെയാണ് ഒരു ലൈന് പോകുന്നത്. അതായത് അതിൻ്റെ അകത്ത് നിന്ന് ഒരു സ്പീക്കർ വയർ, അതായത് സബ് വൂഫർ ഔട്ടിന്റെ വയർ എടുത്തിട്ട് നമ്മൾ ആ ബോക്സിൽ കണക്ട് ചെയ്യുക സബ് വൂഫറിന്റെ. എന്നിട്ട് പ്ലേ ചെയ്യുമ്പോൾ ഈ ആംപ്ലിഫയറിൽ കൺട്രോൾ ചെയ്യുക, അതൊക്കെ ചെയ്യുമ്പോൾ അതിലൂടെയാണ് ആ സബ് വൂഫർ പ്ലേ ചെയ്യുന്നതെങ്കിൽ അതൊരു പാസീവ് സബ് വൂഫറാണ്. അതായത് അതിന് വർക്ക് ചെയ്യാൻ ഈ ആംപ്ലിഫയർ വേണം. ഈ ആംപ്ലിഫയർ വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. ഈ ആംപ്ലിഫയർ കൊടുക്കുന്ന സിഗ്നൽ മാത്രമേ അതിന് കിട്ടുന്നുള്ളൂ. ഈ ആംപ്ലിഫയർ ചെയ്യുന്ന പ്രോസസ്സ് മാത്രമേ അതിന് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതേസമയം ഒരു ആക്റ്റീവ് സബ് വൂഫർ എന്ന് പറഞ്ഞാൽ അത് ആക്റ്റീവ് ആയിരിക്കും. അതായത് അത് സ്വന്തമായിട്ട് ആ കാര്യങ്ങൾ ചെയ്യും. അതായത് അതിനകത്ത് ഒരു പവർ സപ്ലൈ ഉണ്ടാവും, അതിനകത്ത് ഒരു ആംപ്ലിഫയർ ഉണ്ടാവും. ഇത് രണ്ടും അതിനകത്ത് ഉണ്ടാവുന്നതുകൊണ്ട് തന്നെയാണ് അത് ആക്റ്റീവ് ആവുന്നത്, അത് ഇൻഡിവിജ്വൽ ആവുന്നത്, അത് മോണോ ആംപ്ലിഫയർ ആവുന്നത്. ഒരു സിംഗിൾ ചാനൽ ആയിരിക്കും. നമ്മൾ സബ് വൂഫർ ഔട്ട് ഇവിടുന്ന് ഈ ആംപ്ലിഫയറിൽ നിന്ന് എടുക്കുകയാണെന്ന് വിചാരിക്കുക. സബ് വൂഫർ ലൈൻ ഔട്ട് അല്ലെങ്കിൽ പ്രീ ഔട്ട് അത് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ഔട്ട് കൊണ്ടുപോയിട്ട് നമ്മൾ അതിന്റെ ലൈൻ ഇന്നിൽ കൊടുക്കുക. നമ്മളിപ്പോൾ കണക്ട് ചെയ്ത ആംപ്ലിഫയറിൻ്റെ അകത്ത് ഏതാ ലൈനിങ് ടൈപ്പ് അതിൽ കൊടുക്കുക. അപ്പോൾ അതിനകത്തുള്ള പവർ സപ്ലൈയിൽ ആ സിഗ്നൽ പ്രോസസ്സായി വർക്ക് ചെയ്ത് പ്ലേ ചെയ്ത് കേൾക്കുന്നതിനാണ് ഒരു ആക്റ്റീവ് സബ് വൂഫറിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടുള്ള വ്യത്യാസം മനസ്സിലായി. അപ്പോൾ ഇത് പാസീവ് ആക്കുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ബോക്സ് അടി ചെയ്യുക, വൂഫർ ഫിറ്റ് ചെയ്യുക, വയർ പുറത്തേക്ക് ഇടുക, അതിലെ ടെർമിനൽ ഫിറ്റ് ചെയ്യുക. പക്ഷെ ആക്റ്റീവ് ആക്കുമ്പോഴോ അതിനകത്ത് AC ഇൻപുട്ട് വരണം, ഈ കൺട്രോൾസ് വരണം. അതായത് ഗെയിൻ കൺട്രോൾ, മിനിമം ഒരു കൺട്രോളേ ഉള്ളൂ, ഒരു വോളിയം കൺട്രോളേ ഉള്ളൂങ്കിൽ അത് വരണം. പിന്നെ അതിലേക്ക് ഒരു ഇൻപുട്ട് കൊടുക്കണം, അതിനകത്ത് ഒരു ഓൺ ഓഫ് സ്വിച്ച് വേണം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നമുക്കത് സുഗമമായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ ഫിറ്റ് ചെയ്യാൻ നമുക്ക് ഇതുപോലെ ഇപ്പോൾ പറഞ്ഞ പോലെ ട്രാൻസ്ഫോമർ വെച്ച് ബോർഡൊക്കെ വെച്ച് ചെയ്യുമ്പോൾ അതിന്റെ പാനൽ, ബാക്ക് പാനൽ, കൺട്രോൾ പാനൽ ബാക്കോ സൈഡോ എവിടെയാണെങ്കിലും അത് ചെയ്യുന്നത് നല്ലൊരു ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. അതല്ലെങ്കിൽ നമുക്ക് അതിന്റെ വർക്കിങ്ങിനെ നല്ല ബാധിക്കും. നല്ല ചിലപ്പുണ്ടാവും, എയർ ലീക്ക് വരും, അതുപോലെ ബോക്സ് വോളിയത്തിന് വ്യത്യാസം വരും, അങ്ങനത്തെ പ്രശ്നങ്ങൾ വരും. അപ്പോൾ ആ ബോക്സ് അതിനകത്ത് ഇപ്പോൾ ഒരു കൺട്രോൾ വെക്കാൻ, ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മൾ അതിനകത്ത് ഒരു കണ്ടെയ്നർ ഉണ്ടാക്കും. അപ്പോൾ അത് പുറത്ത് വെച്ചിട്ടോ, ഇപ്പോൾ പുറത്തൊരു ബോക്സ് ആയിട്ട് വെക്കാം. അങ്ങനെയൊക്കെ ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടാണല്ലോ. പുറത്തൊരു ബോക്സ് വെച്ച് അതിനകത്ത് ട്രാൻസ്ഫോമർ ബോർഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് സ്പീക്കർ വയർ മാത്രമേ പോകുന്നുള്ളൂ. ഇതിലേക്ക് AC ഇൻപുട്ട് കൊടുക്കുന്നു. ഈ ഉണ്ടാക്കിയ ബോക്സിലാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അതേസമയം നമ്മളിപ്പോൾ ചെയ്യുന്നതോ ഈ ബോക്സ് ഇതിനകത്തേക്ക് വെക്കുന്നു. അതായത് അതിന്റെ ബോക്സ് വോളിയം സാധാരണ കൂടുതൽ ചെയ്തിട്ട് ആ ആവശ്യമുള്ള ആ ഡിസ്പ്ലേസ്മെന്റ് കണ്ട് അതുകൂടെ കൂട്ടി അതിനോട് കൂടി കണ്ട് ചെയ്ത ബോക്സ് ആണത്. അതിലേക്കാണ് നമ്മൾ ഈ ബോക്സ് കട്ട് ചെയ്ത് കയറ്റുന്നത്. അത് ഉള്ളിൽ വെക്കുന്നത് പുറത്ത് വെക്കുന്നതിനാട് ബുദ്ധിമുട്ടുള്ള പണി. ഇതൊക്കെ ഏറ്റവും സുഖമായി ചെയ്യാനുള്ള വേറൊരു പരിപാടി ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ ഇതുപോലൊരു സാധാരണ നമ്മൾ പഴയ വീഡിയോയിൽ കാണിച്ച പവർ സപ്ലൈ, ഇതൊരു സാധാ JBL ആംപ്ലിഫയർ. അപ്പോൾ ഇങ്ങനെ ഒരു ആംപ്ലിഫയർ നമ്മൾ ഈ ബോക്സിന് പുറത്ത് ഫിക്സ് ചെയ്യാം. ബോക്സിന് പുറത്ത് ഫിക്സ് ചെയ്ത് ഈ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിന്റെ കൂടെ തന്നെ അടുത്ത് തന്നെ വെക്കാം. ഇതിന്റെ അടുത്ത് തന്നെ സ്ക്രൂ ചെയ്ത് വെക്കുക. എങ്ങനെയാണോ നിങ്ങൾക്ക് ഫിക്സിങ്ങിന് സൗകര്യം അതുപോലെ അടുത്ത് വെക്കുക. ഇതിന്റെ കണക്ഷൻ ഇതിലേക്ക് ഔട്ട്പുട്ട് എടുക്കും. അതായത് ഇതിൽ 12 വോൾട്ട് ഉണ്ടാവും. 12 വോൾട്ട് ഇതിലേക്ക് കൊടുക്കുന്നു. ഇതിൽ നിന്ന് സ്പീക്കർ ഔട്ട് നേരെ ബോക്സിനകത്തേക്ക് പോകുന്നു. അതേപോലെ തന്നെ ഇതിലേക്ക് ഒരു AC സപ്ലൈ പോകുന്നു. ആക്റ്റീവ് കൺട്രോൾസ് മൊത്തം ഈ ആംപ്ലിഫയറിലുണ്ട്. ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് സോഴ്സിൽ നിന്ന് കൺട്രോൾ ചെയ്താൽ മതി. അപ്പോൾ എന്തായി ആക്റ്റീവ് സബ് വൂഫർ. ഇത് ചെയ്യാൻ എത്ര ആൾക്ക് എത്ര കഴിവ് വേണം, എത്ര ബുദ്ധി വേണം, എത്ര ഇലക്ട്രോണിക്സ് അറിയണം. ഇതിന്റെ മുകളിൽ എഴുതിയത് വായിച്ചറിയാൻ പറ്റുന്ന ആർക്കും ചെയ്യാം. ഇനി വേണ്ട, ഇത് റിസ്കിയാണ്, ഇതിൽ കറണ്ട് അടിക്കുവോ അല്ലെങ്കിൽ പുറത്താരെയും തൊടുവോ കുഴപ്പമുണ്ടോ, അകത്ത് വെക്കുക ബോക്സിനകത്ത്. ഇത് ബോക്സിനകത്ത് സ്ക്രൂ ചെയ്യുക. അതിന് ശേഷം ഇതിനകത്തുനിന്ന് 12 വോൾട്ട് എടുത്തിട്ട് ഈ ആംപ്ലിഫയർ കണക്ട് ചെയ്യുക. ഈ ആംപ്ലിഫയറിൽ നിന്ന് സ്പീക്കർ പിന്നെ അകത്തേക്ക് പോകുന്നു. സ്പീക്കർ സബ് വൂഫറിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇതിൽ കൺട്രോൾ കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഇൻപുട്ടിൽ തന്നെ ഒക്കെ സെറ്റ്. ഇത് സിമ്പിൾ. അപ്പോൾ ഇത് ആക്റ്റീവ് ആക്കുക പറഞ്ഞാൽ അങ്ങനെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഓരോ പാർട്സ് വാങ്ങി അസംബിൾ ചെയ്യുമ്പോൾ മാത്രമേ അതിൽ ചെറിയൊരു ബുദ്ധിമുട്ടും കോംപ്ലിക്കേഷനൊക്കെ ഉള്ളൂ. ഇങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്.
അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ട അളവിലുള്ള 3-4 പീസ് ഇതുപോലെ പ്ലൈവുഡിൻ്റെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ കണ്ടെയ്നർ അടിക്കുന്നത്. എന്തായാലും നന്നാക്കി ഗമ്മിട്ട് നല്ല സീൽ ചെയ്ത് വെക്കണം, കാരണം അതിൽ കൂടെ എയർ ലീക്ക് വരാനുള്ള അവസരം ഉണ്ടാവരുത്. അപ്പോൾ ഇതുപോലെ ഒരു ബോക്സ് ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ബോക്സാണ് നമ്മൾ അതിനുള്ളിൽ ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ വെക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് അവിടെ ആ കട്ടിങ് ഉണ്ടാകണമല്ലോ. അപ്പോൾ നമ്മൾ പാനൽ ഉണ്ടാക്കി കൊണ്ടുവന്ന ആ ഷീറ്റിനനുസരിച്ച് നമുക്ക് ഇവിടെ കട്ട് ചെയ്തെടുക്കണം. സ്ക്രൂ ചെയ്യാനുള്ള ഒരു ഗ്യാപ്പിനും കൂടി ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്ത് നമുക്ക് സ്ക്രൂ ചെയ്യണം, ഈ സാധനം സ്ക്രൂ ചെയ്യണം. അപ്പോൾ ഇതിന് ഷാർപ്പ് എഡ്ജൊക്കെ ഒന്ന് പൊക്കിയിട്ടുണ്ട്. അതുപോലെ ഇതിന് ഹോൾസ് ഇട്ടത് ഒന്ന് സിഗ്നലിന് AC ലൈൻ കടന്നു പോകാനും അങ്ങനെ 2 ഭാഗത്തേക്കായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു കണ്ടെയ്നർ നമ്മൾ ഇതിനകത്ത് ഗമ്മിട്ട് സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കൂടെയാണ് നമ്മുടെ കൺട്രോൾസും AC ഇൻപുട്ടും ആ സെക്ഷനൊക്കെ വയറിംഗ് സെക്ഷനൊക്കെ ഇതിനകത്ത് കൂടെ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ, ഇത് സീൽ ചെയ്ത് ചെയ്തില്ലെങ്കിൽ നമുക്ക് എയർ ലീക്ക് ഫുള്ളായിട്ട് ആ ബോക്സിനകത്തു നിന്നുള്ള എയർ ലീക്ക് വരും. അത് ഫുള്ളായിട്ട് നിർത്തണമെങ്കിൽ നന്നാക്കി സീൽ ചെയ്തിട്ട് ഇത് ഫിറ്റ് ചെയ്യണം. ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ഇതിൻ്റെ പുറമെ ബോക്സ് ചെയ്തിട്ട് ആംപ്ലിഫയർ വെക്കാം, അല്ലെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നേരിട്ട് ആംപ്ലിഫയറും വെക്കാം. അപ്പോൾ ഇതുപോലെ ഒരു പാനൽ നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ ഹോൾസ് കാണുന്നത് ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ചും, പിന്നെ ഒന്ന് സിഗ്നൽ ഇൻപുട്ടും, ഒന്ന് വോളിയം കൺട്രോളുമാണ്. പിന്നെ ഈ പോയിന്റ് കാണിക്കുന്നത് ഇത് AC ഇൻപുട്ട് കയറാൻ വേണ്ടിയിട്ടാണ്. എന്താ ഈ പോയിന്റ്. ബാക്കിയുള്ളത് സ്ക്രൂ ഹോൾസാണ്. വോളിയം കൺട്രോൾ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഒരു സെറ്റപ്പാണ് ഉപയോഗിക്കുന്നത്. ഓൺ ഓഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഒരു റൗണ്ട് ഓൺ ഓഫ് സ്വിച്ചാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഷീറ്റിൽ ഇത് കറക്റ്റായിട്ട് ഈ സ്വിച്ച്, ഈ ഒരു ഗാഡി ഇവിടെ ഒരു കട്ടിങ് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അത് വെച്ച് കറക്റ്റാക്കി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ സ്വിച്ച് ഇവിടെ കറക്റ്റായിട്ട് ഫിക്സ് ആവും. നല്ല സീറ്റിംഗ് ആയിട്ട് നല്ല ഫിനിഷ് ഫിറ്റിംഗ് ആവും. ഈ റൗണ്ട് ഇവിടെ ഫിക്സ് ചെയ്യുക. അത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ഫിറ്റിങ്സ് കഴിഞ്ഞ് ഇതിനകത്ത് കൺട്രോൾസ് വെച്ചതിന് ശേഷം വേണം നമുക്ക് ബാക്കി പണിയെടുക്കാൻ. ഇനി ഒരു ഓഡിയോ ഇൻപുട്ടും കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കണക്ഷൻ തുടങ്ങാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ വയർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യം കാണുന്ന ഇൻപുട്ടാണ്, അതായത് സിഗ്നൽ ഇൻപുട്ട്. രണ്ടാമത് ഇത് കാണുന്നത് വോളിയം കൺട്രോളാണ്, അതായത് സബിൻ്റെ ഗെയിൻ കൺട്രോളാണ്. ഇത് ഇതിനകത്തേക്ക് വെക്കാനുള്ള LED കണക്ട് ചെയ്യാനുള്ള പവർ സപ്ലൈ ആണ്, 12 വോൾട്ട് കൊണ്ടുവന്നതാണ്. ഇത് AC ഇൻപുട്ട് ട്രാൻസ്ഫോമറിലേക്ക് പോകാനുള്ള ലൈനാണ്. അപ്പോൾ വോളിയം നമുക്ക് ഏറ്റവും കുറവ് ഈ ഭാഗത്തേക്കാണല്ലോ വേണ്ടത്. അപ്പോൾ ആ ഭാഗത്തേക്ക് കറക്റ്റ് മാർക്ക്, ആ വോളിയം കൺട്രോളിൻ്റെ നോബുമുള്ള മാർക്ക് കറക്റ്റാക്കി വെച്ചിട്ട് പ്രസ് ചെയ്യുക. ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല, ഒരുവിധം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാലും അറിയാത്തവരുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് ആവശ്യം വരും. അപ്പോൾ കണക്ഷൻസ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. വോളിയം കൺട്രോൾ കൊടുത്തു, സിഗ്നൽ ഇൻപുട്ട് കൊടുത്തു, സ്വിച്ച് കണക്ഷൻ കൊടുത്തു. അപ്പോൾ പാനൽ സ്ക്രൂ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം ഇവിടെ ഒരു പീസ് റെക്സിൻ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ശേഷമാണ് ഇത് വെക്കുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് റെക്സിൻ വെക്കാതെ ഇരുന്നത് നമുക്ക് ഈ വർക്കൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ടെയ്നറിനകത്ത് ഇതിനകത്തേക്കുള്ള വയർ പോകുന്ന ഭാഗമുണ്ട്. അപ്പോൾ ആ വയർ പോകുന്ന ഭാഗത്തുള്ള ഹോൾസ് ഗ്ലൂ ചെയ്യുക. ആ ഗ്ലൂ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ബോർഡുകളൊക്കെ ഇതിനകത്ത് സ്ക്രൂ ചെയ്ത് ഫിക്സ് ചെയ്യണം. എന്നിട്ട് നമുക്ക് വൂഫർ ഫിറ്റ് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇതൊരു നോർമൽ പവേർഡ് സബ്വൂഫർ മാത്രമാണ്. വലിയൊരു ഇൻവെസ്റ്റ് ചെയ്ത് ഒരു 10-20,000 റുപ്യേൻ്റെ ടൈപ്പ് സാധനമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പോയി ചെയ്തൊക്കെ തന്നെയാണ് ഇതിനകത്ത് മാക്സിമം ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ഇത് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ പീസായിട്ട് അസംബിൾ ചെയ്യുമ്പോൾ മാത്രമേ ഇപ്പോൾ പറഞ്ഞ ഈ ചെയ്ത പോലത്തെ ബുദ്ധിമുട്ടുകളുള്ളൂ, അല്ലാതെ ആ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ അത് പലർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. അതായത് അതിനകത്ത് വെച്ചത് അത് പലതരം ഡിസ്പ്ലേസ്മെന്റിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ആദ്യം പുറമെ നമ്മൾ ബോക്സ് ചെയ്യുമ്പോൾ തന്നെ കാണണം, അത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് ആദ്യം നമ്മൾ കണ്ടിട്ട് തന്നെയാണ് ചെയ്തത്. അതുപോലെ ഇത് സ്വീറ്ററിന്റെ ഓഫറാണ് ഉപയോഗിച്ചത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള എല്ലാ പാരാമീറ്റേഴ്സും നമുക്ക് കിട്ടുന്നതുകൊണ്ട് വളരെ കൂളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചെയ്ത പോലത്തുള്ള ആ വർക്കിന്റെ അത്രയും ബുദ്ധിമുട്ട് മറ്റ് പുറമെ വെക്കുമില്ല. കാരണം എല്ലാ വർക്കും പുറത്ത് നിന്ന് ഒരു ബോക്സിലൊക്കെ ചെയ്തിട്ട് ആ ബോക്സ് ഇവിടേക്ക് സ്ക്രൂ ചെയ്താൽ മതി. വളരെ സിമ്പിളാണ് ബോക്സ് ചെയ്യാൻ, അതായത് വുഡൻ ബോക്സ് ചെയ്യാൻ. അതേസമയം അതിനെക്കാട്ട് എത്രയോ സിമ്പിളാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ റെഡി ആമ്പും റെഡി സപ്ലൈയും വെച്ച് ചെയ്യാൻ. അപ്പോൾ അത് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് താല്പര്യം ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കാനുള്ള സ്ഥലമാണ് കമന്റ് ബോക്സ്. അപ്പോൾ കമന്റ് ബോക്സിൽ അറിയിക്കുക എന്താണ് നിങ്ങളുടെ അഭിപ്രായം. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അറിയിക്കുക. നമുക്ക് അടുത്ത വർക്കിൽ അതുകൂടി ഉൾപ്പെടുത്താം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഓഡിയോ സംബന്ധമായ വീഡിയോസ് കൂടുതൽ കാണാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം.